ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി. മക്കളെ, +1 ഹിന്ദിയിൽ നമുക്ക് ആഫിയൽ എക്സാമിനേഷന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്നാണ് ചാന്ദ് ഓർ കവി എന്ന് പറയുന്നത്. രാംധാരി സിംഗ് ദിനർജിയാണ് എഴുതിയിരിക്കുന്നത്. ഈ പാഠം രാംധാരി സിംഗ് ദിനർജി എഴുതിയിരിക്കുന്ന ചാന്ദ് ഓർ കവി എന്ന് പറയുന്നത്. നിങ്ങൾ കാണാം, ആകാശത്തിൽ ചന്ദ്രന്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്വപ്ന ചിറകിലേറി പറക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണാം. ഈ കവിതയിലൂടെ കവി ഇങ്ങനെ പറയുന്നു: ചന്ദ്രൻ ഭൂമിയിലെ മനുഷ്യനെ നോക്കി പരിഹസിക്കുകയാണ്. ഹേ മനുഷ്യ, ഭൂമിയിൽ നീ മനുഷ്യന്റെ കാലം ഉണ്ടായ കാലം മുതൽ ആദി മനുഷ്യനായ മനുവിന്റെ കാലം മുതൽ എനിക്ക് നിങ്ങളെ അറിയാം. എന്തൊരു മനുഷ്യന്മാരാണ് നിങ്ങൾ. ഓരോരോ പ്രശ്നങ്ങൾ ചെന്നുണ്ടാക്കുക, എന്നിട്ട് ആ പ്രശ്നങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമം നടത്തുക. ഇങ്ങനെ ചെയ്തു തീർന്നു പോവുകയാണ് നിങ്ങളുടെ ജീവിതം. ഓരോരോ പ്രശ്നങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അതിൽ കിടന്ന് ബുദ്ധിമുട്ടുക, എന്നിട്ട് അതിന് രക്ഷ നേടാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് നിങ്ങൾ. ഇങ്ങനെയുള്ള ജീവികളാണ് നിങ്ങൾ സ്വപ്ന ജീവികളാണ് എന്ന് പറയും. കുറേ കഴിഞ്ഞ സമയത്ത് ചന്ദ്രൻ ഇങ്ങനെ പരിഹസിച്ചപ്പോൾ കവിയുടെ കാവ്യഭാവന പ്രതികരിച്ചു: ഞങ്ങൾ സ്വപ്ന ജീവികളാണെന്ന് നീ പറഞ്ഞ് കളിയാക്കുന്നു. ഞങ്ങൾ അങ്ങനല്ല. ഈ ലോകത്തിന്റെ ഇത്രയും സൗന്ദര്യവും ഇത്രയും പ്രകൃതി ഡെവലപ്പൊക്കെ ആയതിന്റെ, മനുഷ്യന്റെ പുരോഗതി ഉണ്ടായതിന്റെ, ലോകം ഇങ്ങനെ പുരോഗമിച്ചതിന്റെ എല്ലാ അടിസ്ഥാന കാരണം, ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള എല്ലാ പുരോഗതിയുടെയും കാരണം ഞങ്ങളുടെ സ്വപ്നങ്ങളും ചിന്തകളുമാണ്. അതുകൊണ്ട് നീ ഇൻസൾട്ട് ചെയ്യേണ്ടതില്ല. ഇങ്ങനെ ആയിത്തീർന്നതിന്റെ പിന്നിൽ ഞങ്ങളുടെ ചിന്തകളാണുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സ്വപ്നങ്ങളെ ഞങ്ങൾ അഗ്നിയിൽ ഉരുക്കിയിട്ട് ഞങ്ങൾ ആയുധങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ കൂടുതലായി ഒന്നും നിന്നോട് പറയാനുള്ളത്, ഞങ്ങൾ സ്വപ്നം കണ്ട് കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കിയിട്ട് ഞങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പോലും പറന്നു വരികയാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ അധിപന്മാരോട് നീ സിഗ്നൽ കൊടുത്തോളൂ, പറ്റുമെങ്കിൽ മെസ്സേജ് കൊടുത്തോളൂ ഞങ്ങളെ തടയാൻ വേണ്ടി. കാരണം ഞങ്ങൾ സ്വർഗം പോലും കീഴടക്കാൻ വേണ്ടി വരികയാണ് എന്ന് പറയുന്ന രീതിയിൽ കവിയുടെ കാവ്യ ഭാവന പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് അവസാനം കവിത അവസാനിക്കുന്നത്. അപ്പോൾ ആദ്യം മനുഷ്യനെ പരിഹസിക്കുന്നു ചന്ദ്രൻ, അവസാനം മറുപടിയായി കാവ്യഭാവന പറയുന്നു: നീ പരിഹസിക്കേണ്ട, ഞങ്ങളെ സ്വപ്നം തന്നെയാണ് ഞങ്ങളെങ്ങനെ ഉയർച്ചയിലെത്തിയത്. ആ സ്വപ്നം ഞങ്ങൾ സ്വർഗത്തെ പോലും ആകാശത്തെ പോലും ഞങ്ങൾ കീഴടക്കുന്നതാണ്. ഞങ്ങളിതാ വരുന്നത്, പറ്റുമെങ്കിൽ തടയാൻ പറഞ്ഞോളൂ എന്ന് പറയാണ് കവിത അവസാനിക്കുന്നത്. മനോഹരമായ കവിതയാണ്, വളരെ മോട്ടിവേറ്റഡ് ആയ കവിതയാണ്. ഈ കവിതയിൽ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ചാന്ദ് ഓർ കവി രാംധാരി സിംഗ് ദിനർ ആസ്വാദൻ ടിപ്പണി ലിഖിയെ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. 6 മാർക്കാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നത്. നോക്കൂ മക്കളെ, കവിതാക്ക ആസ്വാദൻ ടിപ്പണി ലിഖി എന്ന് നമ്മളോട് ചോദിച്ചാൽ ചാന്ദ് ഓർ കവിതയിലെ കുറച്ച് വരികൾ തന്നാണ് ചോദിക്കുന്നത്. ചാന്ദ് ഓർ കവി രാംധാരി സിംഗ് ദിനർജി കി കവിത ഹെ. രാംധാരി സിംഗ് ദിനർജിയുടെ കവിതയാണ്. പ്രഗതിശീൽ കവിത ഹെ. ഇത് വളരെ മോട്ടിവേറ്റഡ് ആയ കവിതയാണ്. രാത് കെ സമയ ചാന്ദ് കവിസെ കാത്തെ. രാത്രിയായപ്പോൾ ചന്ദ്രൻ മനുഷ്യനോട് പറയുന്നു: കി മനുഷ്യ വിചിത്ര ജീവി ഹെ. മനുഷ്യൻ ഒരു വിചിത്രമായ ജീവിയാണ്. മനുഷ്യ സ്വയം സമസ്യ ബനാലത്തെ. സ്വയം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനാണ് മനുഷ്യൻ. ഉൻ സമസ്യാമേ ഫസ്കർ വ ബേചൈൻ രഹതാ. എന്നിട്ട് ആ പ്രശ്നത്തിനകത്ത് കുടുങ്ങിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അസ്വസ്ഥനാവുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ. ഇസ്കെ കാരണം ഉസ്കോ നീന്ത് ബി നഹി ആത്തെ. പിന്നീട് അങ്ങനെ അതുകൊണ്ട് അവന് ഉറക്കവും പോലും നഷ്ടപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുന്നവൻ ഉണർന്നിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആ പ്രശ്നത്തെ കെട്ടി കുടുങ്ങുന്നു. പിന്നീട് അവന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഉണ്ടാവുന്നത് എന്ന് മനുഷ്യനെ നോക്കി കളിയാക്കുന്നു ചന്ദ്രൻ. ചാന്ദ് ഗർവ് കാത്തെ. ചന്ദ്രൻ സ്വർഗത്തിൽ ആ മുകളിൽ ഇരുന്നിട്ട് ഗർവ്, അഹങ്കാരത്തോടി പറയാണ്, അല്ലെങ്കിൽ അഭിമാനത്തോടി പറയാണ്: കി വേ ബഹുത് പുരാന ഹെ. അദ്ദേഹം വളരെ പഴക്കമുള്ളതാണ്. അത് ചന്ദ്രൻ. ആദ്യ മനുഷ്യ മനുക്കെ ജന്മ ഓർ. ആദ്യ മനുഷ്യനായ മനുവിന്റെ ജന്മവും മരൺ വേ ദേക്ക് ചുക്കെ. മരണവും അദ്ദേഹം കണ്ടതാണ്. ഉസ്കി രായ്മേ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യ സ്വപ്ന ജീവി ഹെ. ഈ മനുഷ്യൻ, മനു മുതൽ ഇങ്ങോട്ടേക്ക് ഇന്ന് വരെയുള്ള എല്ലാ മനുഷ്യന്മാരും സ്വപ്നജീവികളാണ്. പാകൽ കാസ ജീവൻ ബിത്താരകെ. ഭ്രാന്തന്മാരെ പോലെ സ്വപ്നം കണ്ട് ജീവിതം കഴിച്ചുവിട്ടുന്നവരാണെന്നും. ചാന്ദ് കി രായ്മേ. ചന്ദ്രന്റെ അഭിപ്രായത്തിൽ മനുഷ്യക്ക സ്വപ്ന പാനി കെ ബുൾബുൾ കെ സമാൻ ഹെ. എന്നിട്ട് ചന്ദ്രൻ തുടരുകയാണ്: മനുഷ്യന്റെ സ്വപ്നം വെള്ളത്തിലെ കുമ്പള പോലെയാണ്. ഇന്നുണ്ടാവും, നാളെ പൊട്ടിപ്പോവും. വ ആജ് ബൻതാ ഹെ ഓർ കൽ ഫുട് ജാത്ത ഹെ. ഇന്നുണ്ടാവുന്നു, നാളെ നശിച്ചു പോകുന്നു. ഇന്നത്തെ സ്വപ്നം നാളെ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ കുമ്പള പോലെയാണ്. ഒരു നിമിഷം കൊണ്ട് ഉണ്ടാവുന്നു, ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്നു. എന്റെ സ്വപ്നം ഏറി വന്നാൽ ഇന്ന് ചിന്തിക്കും, നാളെ തകർന്നു പോകുന്നു. ബുൾബുളോം സെ കേൽക്കർ കവിത ലിഖ്നെ വാലെ മാനവ് പർ ചാന്ദ് ഉപഹാസ് കർത്തേ. അതായത് ബുൾബുളോം സെ കേൽക്കർ, വെള്ളത്തുള്ളികളോട് കളിച്ചിട്ട്, കവിത ലിഖ്നെ വാലെ കാവ്യങ്ങൾ എഴുതുന്ന, മാനവ് പർ മനുഷ്യരിൽ, ചാന്ദ് ഉപഹാസ് കർത്തേ കവി എന്താണ് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. നീ എന്തൊരു മനുഷ്യനാണെന്ന് പറയുന്നു. ചാന്ദ് കി വാണി സുൻകർ. അവസാനം കവിയുടെ വാക്ക് കേട്ടിട്ട് കവി ചുപ് രഹ. കവി മിണ്ടിയില്ല അല്ലേ? ആ ചാന്ദ് കി വാണി സുൻകർ, ചന്ദ്രന്റെ വാക്ക് കേട്ടിട്ട് കവി ചുപ് രഹ. കവി മിണ്ടാതിരുന്നു. ലേക്കിൻ ഉൻക കവിമൻ. പക്ഷേ കവി മിണ്ടാതിരുന്നു. കവിയുടെ ഭാവന എന്നൊരു രാഗിണി ബോലുട. കാവ്യ ഭാവന ഇങ്ങനെ പറഞ്ഞു: വ കേവൽ സ്വപ്നക്കോ. അവൻ കേവലം സ്വപ്നത്തെ
സച്ച് മാനേ വാല നഹി, സ്വപ്നത്തെ സത്യമാണ് എന്ന് കണക്കാക്കുന്നവനല്ല. യവ അപ്പനെ സ്വപ്നോക്കോ ആഗ്മേ ലഗാക്കർ, സ്വപ്നമാണ് സത്യം എന്ന് മനസ്സിലാക്കുന്നില്ല, കണ്ട സ്വപ്നത്തെ അഗ്നിയിൽ ഉരുക്കിയിട്ട് ലോഹ ബനാ ലേത്താ ഹേ, അവൻ ലോഹമാക്കി മാറ്റുന്നു. ഉസ് ലോഹയെ പർ നയേ ഗർ കാ നീവ് ബനാ ലേത്തെ, ആ ലോഹയുടെ മുകളിലാണ് അവന്റെ ലോകത്തിന്റെ പുതിയ അടിത്തറവാകുന്നത്. ഓർ ഫൈലാദി ദീവാർ ഖടാ കർത്തി ഹേ, നല്ല ഇരുമ്പ് പോലുള്ള ചുമരുകൾ അവൻ കെട്ടിപ്പൊക്കുന്നത്. സ്വപ്നത്തിന്റെ മുകളിലെ സ്വപ്നത്തെ യാഥാർത്ഥ്യമായിട്ടുള്ള സ്വപ്നത്തിൽ നിന്ന് ആ യാഥാർത്ഥ്യങ്ങളെ ഈ അഗ്നിയിൽ ഉരുക്കിയെടുത്തിട്ട് ഇരുമ്പാക്കി മാറ്റിയിട്ടാണ് തറ കെട്ടുന്നത്, ചുമര് വെക്കുന്നത്. ആധുനിക മാനവ് അപ്പനേക്കോ, ആധുനിക മനുഷ്യൻ തന്നെ മനുനഹി, പഴയ മനുവായിട്ടല്ല, മനുപുത്ര മാൻതയെ, മനുപുത്രനായിട്ടാണ് കണക്കാക്കുന്നത്. ഉസ്മേം വിചാരോം കെ ബാൻഹി നഹി, അവന്റെ ചിന്തയിൽ വിചാരങ്ങളുടെ അമ്പ് മാത്രമല്ല, ഹാത്തോമേ തൽവാർ ബിഹെ, അവന്റെ കൈകളിൽ വാളുമുണ്ട്. ചിന്തയുടെ തൽവാർ മാത്രമല്ല, വിചാരോം കെ ബാൻ നഹി, ചിന്തയുടെ അമ്പുകൾ മാത്രമല്ല, ഹാത്തോമേ തൽവാർ ബിഹെ, കൈകളിൽ അവന് വാളുമുണ്ട് എന്ന് മനസ്സിലാക്കണം. കവി ചാന്ദ്ക്കോ ചേതാവനി ദത്തെ, അവസാനം കവി വാണിംഗ് കൊടുക്കുന്നു ചന്ദ്രന്, ചേതാവനി ദത്തെ വാണിംഗ് കൊടുക്കുന്നു. കി എന്നാൽ സ്വപ്നവാലെ മനുഷ്യ, നീ കളിയാക്കുന്ന സ്വപ്നം കാണുന്ന മനുഷ്യരുണ്ടല്ലോ, ആകാശ് കി ഓർ ചടുത്തേ ജാ രഹേ, ആകാശത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്മേ സ്വർഗ്ഗക്കോ ബി ജീത്ത് ലേനേക്ക് ശക്തി, അവൻ സ്വർഗത്തെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയുമായിട്ടാണ് വരുന്നത്. ഉസേ രോക്കിനേക്ക് ക്ഷമതാക്കി സീമേനഹി, അവനെ തടഞ്ഞു നിർത്താൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. ഈ ഖബർ സ്വർഗ്ഗക്കെ സാമ്രാട്ട് കൊതേന, പറ്റുമെങ്കിൽ ഈ വിവരം സ്വർഗത്തിലെ സാമ്രാട്ട് ചക്രവർത്തിക്ക് ഒരു വിവരം ഒന്ന് കൊടുത്തേക്കും. ഇങ്ങനെയാണ് ഈ കവിത അവസാനിക്കുന്നത്. ഈ ആസ്വാദന ടിപ്പണി ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. 6 മാർക്കിന് കൃത്യമായിട്ട് പഠിക്കുക, കവിത വായിക്കുക, എന്നിട്ട് കൃത്യമായിട്ട് ഈ ആസ്വാദന ടിപ്പണി മനസ്സിലാക്കി എഴുതിയെടുത്ത് പഠിക്കാം. ഓക്കെ, ഈ കവിതയിൽ നമുക്ക് കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. നോക്കൂ, 1 വേർഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ നോക്കൂ. 1 മാർക്കിനുള്ള ചോദ്യമായിട്ടാണ് വരുന്നത്. ചാന്ദ് കെ അനുസാർ മനുഷ്യ കാ സ്വപ്ന കിസ്കെ സമാൻ ഹേ, ചന്ദ്രന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ സ്വപ്നം എന്തിന് സമാനമാണ്? ജൽ കെ ബുൾബുൾ കെ സമാൻ, വെള്ളത്തിലെ കുമിള പോലെയാണ് മനുഷ്യന്റെ സ്വപ്നങ്ങൾ എന്നാണ്. രണ്ടാമത്തത് ബുൾബുലോം സെ കേൾക്കർ കോൻ കവിത ബന്ധയെ, ഈ വെള്ളത്തുള്ളികളോട് കളിച്ചിട്ട് കവിത രചിക്കുന്നവൻ ആരാണ് എന്ന് ചന്ദ്രൻ പറയുന്നത് കവിയെയാണ് കളിയാക്കുന്നത്. കവി ആഗ്മേൻ ഗലാക്കർ, കവി അഗ്നിയിൽ ഉരുക്കിയിട്ട് കിസ്കോ ലോഹ ബൻതഹേ, എന്തിനാണ് ലോഹ ബനാത്തയെ ഇരുമ്പാക്കി മാറ്റുന്നത്? സ്വപ്നക്കോ, അവന്റെ സ്വപ്നത്തെ അഗ്നിയിൽ ഉരുക്കി ഇരുമ്പാക്കി മാറ്റുന്നു. 4 മനുപുത്രക്ക് കൽപ്പന കൈസികെ, മനുപുത്രന്റെ സങ്കല്പങ്ങൾ എങ്ങനെയാണ്? അതായത് ഇന്നത്തെ മനുഷ്യൻ മനുപുത്രക്കോ കൽപ്പനാക്കി ജീബ് ദാരോത്തേ, അവന്റെ സങ്കല്പങ്ങളുടെ ജീബ് നാവ് ദാർ ഹൊത്തിഹെ, മൂർച്ചയുള്ളവയാണ്. അവന്റെ സങ്കല്പങ്ങളുടെ അവന്റെ സ്വപ്നങ്ങളുടെ നാവുകൾക്ക് വല്ലാത്ത മൂർച്ചയുണ്ട് എന്ന്. സ്വർഗ കാ സാമ്രാട്ട് കോനോ സക്തേ, നാളെ സ്വർഗത്തിന്റെ അധിപൻ ആരായി മാറും? സ്വർഗ കാ സാമ്രാട്ട് സ്വപ്നവാലി മാനവ് ഹോ ജക്തേ, ഈ സ്വപ്നം കാണുന്നവനാണെന്ന് നീ കളിയാക്കുന്ന മനുഷ്യൻ നാളെ സ്വർഗത്തിന്റെയും അധിപനായി മാറുമെന്ന് പറയുന്നു. അടുത്തത് ആദ്മി ബി ക്യാ അനോഖ ജീവി ഹോത്തായേ, മനുഷ്യൻ എന്തൊരു വിചിത്രമായ ജീവിയാണ്. ചാന്ദ് ക്യോ മൈസാ കാ രഹേ, എന്തുകൊണ്ടായിരിക്കും ചന്ദ്രൻ അങ്ങനെ പറയുന്നത് എന്ന ചോദ്യം. ഉത്തരം ആദ്മി സ്വയം ഉലച്ചനെ ബനാക്കർ, മനുഷ്യൻ സ്വന്തമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പനെ ആപ്കോ ഉസ്മേ ഫസ് ദേത്തായ്, എന്നിട്ട് അതിൻ്റെ അകത്ത് അവനവനെ കുടുക്കിയിടുന്നു. ഫിർ പിന്നെ ബേച്ചേ നോക്കർ, എന്നിട്ട് അസ്വസ്ഥനായിട്ട് വ ഇന്ന ജാഗ്താഹേ ഇന്ന സ്വത്താഹേ, ഉണർന്നിരിക്കാനും പറ്റുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയാവുന്നു അല്ലേ. അതുകൊണ്ടാണ് സ്വപ്നജീവിയായ മനുഷ്യന് വിചിത്ര ജീവിയായി എന്ന് കവി പറയുന്നത്. അത് ഒരുപാട് ആളുകൾ കറക്റ്റാണ്. വെറുതെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രയാസനപ്പെട്ട് കൊടുക്കുക. ഇതാണ് ജീവിതം. രാഗിണി ചാന്ദ് സെ ക്യാ കാ, രാഗിണി ചന്ദ്രനോട് എന്ത് പറഞ്ഞു? ആരാ രാഗിണി? കവിയുടെ കാവ്യ ഭാവന, അതാണ്. കവി മിണ്ടാതിരുന്നു. ചാന്ദ് കാ ലൽക്കാർ സുൻകർ, ചന്ദ്രന്റെ വെല്ലുവിളി കേട്ടിട്ട് കവി ചുപ് രഹ, കവി മിണ്ടിയില്ല. തബ് രാഗിണിനെ കഹ, കവിയുടെ കാവ്യഭാവന എങ്ങനെ പറഞ്ഞു? ബോൽനേ ലഗി, ഇങ്ങനെ പറയാൻ തുടങ്ങി. കി എന്നാൽ കവിക്ക് കവിതായി, കവിയുടെ കവിതകൾ പാനിക്ക് ബുൾബുളെ നഹി, വെള്ളത്തിലെ കുമിളകളല്ല, ഉന്മേം ആഗ് കി ശക്തിയെ, അതിൽ അഗ്നിയുടെ ശക്തിയുണ്ട് എന്ന് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് കാവ്യഭാവന തിരിച്ചു മറുപടിയും കൊടുത്തു. ഓക്കെ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ കവിതയിലെ ഏത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് സുന്ദരമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ബൈ.